ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോർച്ച ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുവരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് തന്നെ വിശ്വസിക്കണം, ഇത് തന്നെ നമ്മളിൽ സംഭവിക്കും. യെശയ്യാ 41:13 പറയുവാണ്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഇത് വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? എപ്പോഴും നമ്മൾ ഓർക്കുക, ഞാനിപ്പോൾ പരാതി പറച്ചിൽ നിർത്തി പ്രാർത്ഥിക്കാനിരുന്ന എന്തോ ഒരു ലിസ്റ്റാ. എൻ്റെ മൂത്ത മോൻ്റെ കാര്യം, ഇളയ മോൻ്റെ കാര്യം, ബൗലോ, കുഞ്ഞ്, കട, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ ഹൃദയമല്ലേ യേശുമ്പരാ കാണണേ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ബൈബിൾ എടുത്ത് വായിച്ചാലുണ്ട്. ഇത് വിശ്വസിച്ച് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മതി. ഈ പരാതി അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയണത് കേട്ടാലല്ലേ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് പരിഹാരമാകുള്ളൂ. അപ്പം തിരിച്ച് പറയണത് കേൾക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. അപ്പോൾ യേശുമ്പരാൻ പറയാം, നിന്റെ വലങ്കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ അടിക്കാണ്ടിരിക്കുക. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത്. അല്ലെ ഉറക്കമില്ലാണ്ട് ഞെരിവിരി കൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക. വചനമാണ് ദൈവം എന്ന് ആദ്യം വിശ്വസിക്കുക. വചനം ക്രിയ ചെയ്യുമെന്ന് വിശ്വസിക്കുക. വചനത്തിന് ജീവനുണ്ടെന്ന് വിശ്വസിക്കുക. വചനം ഇരുതല വാളിൻ്റെ മൂർച്ചയുണ്ട്. ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ വചനം എന്നിലും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ അത് വചനത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക. അപ്പോൾ ഇത് ആദ്യം അങ്ങ് കാണിച്ചേക്കാന്ന് വെച്ചു. നാരായണിപ്പട്ട് അല്ലേ? നാരായണപ്പട്ട്. എൻ്റെ ദൈവമേ, കോട്ടൺ സാരിയാണ്, പ്യുവർ കോട്ടൺ. അപ്പം ഭയങ്കര ട്രെൻഡാണിത്. നല്ല രസം. നിങ്ങൾ നോക്കിക്കേ, ഇത് ബ്ലൗസ് പീസ് സെയിം റണ്ണിങ് ആണോ? സെയിം റണ്ണിങ് ആട്ടോ ബ്ലൗസ് പീസ് തന്നെ. അപ്പം നമുക്കിതിൽ ഏതെങ്കിലും കളറൊക്കെ ഇടാം, അല്ലെങ്കിൽ സെയിം ബ്ലൗസ് പീസ് തന്നെ ഇടാം. 1399 നല്ല സൂപ്പർ സംഭവം. നല്ല രസമാട്ടോ. ഇത് ഉടുത്തൊക്കെ ആൾക്കാർ ഇൻസ്റ്റയിലൊക്കെ ഇട്ടേക്കണം. ഭയങ്കര നല്ല ഒതുങ്ങി നല്ല രസം. ഇപ്പം ഈ ഓണത്തിന് ഇതൊക്കെ പ്രസൻറ്റ് കൊടുക്കാനും ഏറ്റവും അപ്ഡേഷൻ അല്ലേ. നല്ല പിന്നെ ഈ ചൂടത്തൊക്കെ ഇങ്ങനത്തെ സംഭവം അല്ലേ. ഇന്നത്തെ കാലത്ത് ഈ മഴക്കാലത്ത് എന്ത് ചൂടാ. 13 അല്ലേ? 1399 ഉള്ളേ. $1399. സൂപ്പറല്ലേ? ദൂരം കളേഴ്സാണ് വന്നേക്കണേന്നറിയാവോ? നിങ്ങൾക്ക് ഏതെങ്കിലും കളറിൻ്റെ ബ്ലൗസുള്ളതൊക്കെ നോക്കി അങ്ങ് എടുത്തു. ബ്ലൗസ് നോക്കി എടുത്തു. ഇത്രയും കളേഴ്സ് ഉണ്ട്. എനിക്കൊരു പച്ച ഒക്കെ ബ്ലൗസിലാണ്. ഇതിനൊരു ബ്ലാക്ക് അല്ലെങ്കിൽ നേവി ബ്ലൂ, ബ്ലാക്ക് അല്ല നേവി ബ്ലൂ അല്ലെങ്കിൽ മജന്ത, അങ്ങനെയൊക്കെ ബ്ലൗസിടാം. ഇത് കാണിച്ചായിരുന്നോ? ഇത് വ്യത്യാസമുണ്ടത്. പിന്നെ പച്ച ബ്ലൗസിടാം. ഇനിയുണ്ടോ? എൻ്റെ പൊന്നെ, ദൂരം കളേഴ്സ. കൺഫ്യൂഷനായോ? നമ്മൾ കാണിച്ചു തന്നെ പിന്നെ കാണിക്കണമെന്നില്ല അല്ലേ? എല്ലാം വ്യത്യാസമുണ്ടല്ലേ. ഈ ബോർഡറിലെ കളറിനാണ് വ്യത്യാസം. അപ്പം ഇത്രയും സംഭവമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണിക്കും. അത് കാരണം പെട്ടെന്ന് തീരും. വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഇത് അടിപൊളി മൽച്ചന്തേരിയിലെ ആപ്ലിക് വർക്കിൻ്റെ സാരി ആട്ടോ. സൂപ്പറാണേ. ബ്ലൗസ് പീസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? പ്ലെയിൻ ബ്ലൗസ് പീസാണ്. മൽച്ചന്തേരിയുടെ പ്ലെയിൻ ബ്ലൗസ് പീസാണ്. 2499 ഉള്ളൂ കേട്ടോ. മൽച്ചന്തേരി ആകുമ്പോൾ ഒറിജിനൽ മൽച്ചന്തേരിയ. ഇവിടെ അപ്പടിയും ഇങ്ങനെ എംബ്രോയ്ഡറി ആട്ടോ. നല്ല സുഖവും. നമുക്ക് ഫങ്ഷൻ വെയറും കാഷ്വൽ വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഒരു പ്രിൻ്റ് സിൽക്കിൻ്റെ സാരി പോലെ നമുക്ക് യൂസ് ചെയ്യാം. 2499 ഉള്ളൂ. അടിപൊളി സാരി, ഫുൾ എംബ്രോയ്ഡറി. ഫുൾ എംബ്രോയ്ഡറി.
നല്ല സാരിയാണ്, നല്ല കളർ ചാർട്ട് എന്നുവെച്ചാൽ ഗ്ലോ ഒന്നുമില്ല, തിളക്കമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒത്തിരി നല്ലതാണ്. പ്യുവർ മൽച്ചന്തേരി. നമ്മൾ ഓർഗൻസയൊക്കെ എടുത്ത ചെറിയൊരു ഗ്ലോയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക്, തിളക്കമൊന്നും ഇല്ലാത്തവർക്ക് അത് ഇങ്ങനെയാണ് മൽച്ചന്തേരിയുടെ തുണി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിക്കുക. അടിപൊളി സാരി കേട്ടോ. ഇത് നോക്കാം, ബോർഡർ ഇല്ലാത്ത സാരി, കോൺട്രാസ്റ്റ്, നല്ലൊരു വീവിങ്, അങ്ങനെ ഒരു ബനാറസ് വീവിങ്, നല്ല ഫങ്ഷൻ വെയറിൻ്റെ സൂപ്പർ. അതിൻ്റെ പല്ലുമൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. ബ്ലൗസ് പീസ് എന്നതാ പോലും. ആ അടിപൊളി. ഇത് ഈ ജൂട്ട് സിൽക്കാട്ടോ സാരി. കണ്ടോ, ഭയങ്കര രസമുള്ള സാരി. സ്റ്റഫ് കണ്ടോ, എത്ര റേറ്റ്? 1699 ഉള്ളൂ ഇത്. ഇത് നമ്മൾ ഭയങ്കര രസമാട്ടോ ഈ വിലയ്ക്ക്. ഈ സാരി ഒത്തിരി ഫങ്ഷൻ വെയറിന് നല്ല രസമാട്ടോ. പിന്നെ ഒത്തിരി കളർ ചാർട്ട് വന്നിട്ടുണ്ട്. ഒന്നാമത് ബോർഡർ ഇല്ലാത്ത സാരിയും ഉള്ളിൽ ഇങ്ങനെ ഇതുകൊണ്ട് നല്ല ഗെറ്റപ്പും ഉണ്ട്. നല്ല സൂപ്പർ സംഭവം. 1699 ആണോ. ഇതിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് തന്നെ വരും. ആ സിൽക്കിൽ ബുട്ട ഡിസൈൻ. എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. അടിപൊളിയാണ്. ബ്ലൗസ് പീസ് ഈ കളർ തന്നെ. പ്രസന്റ് കൊടുക്കാനും ഫംഗ്ഷൻ കൊടുക്കാനും അപ്പടി ഫംഗ്ഷനുകളല്ലേ. ഓഗസ്റ്റ് സെപ്റ്റംബർ എല്ലാവർക്കും കല്യാണത്തിൻ്റെ വൻ തിരക്കല്ലേ. എനിക്കും ഉണ്ട് 2-3 കല്യാണ ക്ഷണം, പോണം. ഇതിൻ്റെ തന്നെ ബ്ലൗസ് ആട്ടോ ഇത്. അരികത്തൊക്കെ ആ ബോർഡറൊക്കെ ഉണ്ട്. അടിപൊളി കളേഴ്സ് കേട്ടോ. ഇത് ഗ്രാൻഡാ, അടിപൊളി ഗ്രാൻഡ്. ഇത് ഭംഗി കനയില്ല കേട്ടോ. അതാണ്, കനയില്ലാത്ത സാരി മതിയല്ലോ ഇപ്പം എല്ലാവർക്കും. ഒരു ഡ്രസ്സിനും കന ആൾക്കാർക്ക് ഇഷ്ടമല്ല, കട്ടിയുള്ള. ഈ ബ്ലൗസ് പീസ് ഇങ്ങനെ ഇതേ ബേൺഡ് ഓറഞ്ചിൽ ഇല്ല. എൻ്റെ അമ്മോ, ഇതിൻ്റെ കളേഴ്സ് ഇപ്പം ഇങ്ങനെ ഭയങ്കര എല്ലാം ബിസിനസ് മയമാണ്. എന്തോ ഒരു ഡ്രസ്സ് ഇറങ്ങിയ 20 കളറിലും അവർ ഇറക്കും. അപ്പോൾ ഒരു സെറ്റ് നമ്മളെ കൊണ്ട് എടുപ്പിക്കുമ്പോൾ തന്നെ 4 കളർ ഇറക്കിയാൽ 4 സെറ്റല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു സെറ്റ് തന്നെ എടുക്കുമ്പോൾ എത്ര കളറ് മനുഷ്യരുടെ കൈ വരും? കെട്ടല്ലാണ്ട് കിട്ടൂലല്ലോ. ബ്ലൗസ് പീസ് പക്ഷെ എല്ലാം നല്ല കളറാട്ടോ. കാരണം നമുക്കും സങ്കടപ്പെടേണ്ട വരില്ല. എല്ലാം പെട്ടെന്ന് പൊക്കോളും. എല്ലാം ഗ്രാൻഡ് കോമ്പിനേഷനും. ഇപ്പം ഈ പേസ്റ്റിൽ ഇച്ചിരി ഒന്ന് മാറി നിന്നിട്ട് ഇങ്ങനത്തെ ട്രഡീഷണൽ കളർ കോമ്പിനേഷനിലേക്ക് ഇങ്ങനെ ഡ്രസ്സുകളെല്ലാം വന്നേ. ഇച്ചിരി ഒന്ന് പേസ്റ്റ് ചാട്ടൊന്ന് മാറിയിട്ട് അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിക്കുക. നല്ലൊരു ജോർജറ്റിൽ എംബ്രോയ്ഡറി സാരി. എല്ലാം ന്യൂജൻ പിള്ളേർക്കും ഇഷ്ടമല്ലേ. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. സ്കാലപ്പ് എംബ്രോയ്ഡറി നൈസായിട്ട്. പ്ലെയിൻ ബ്ലൗസ് പീസും വന്നിട്ടുണ്ട്. 1099 ഉള്ളൂ കേട്ടോ. അത് ഉണ്ടോ, നല്ല രസമുള്ള. അങ്ങനെ നെല്ലും അടിക്കില്ല. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. എല്ലാ വസ്തു എംബ്രോയ്ഡറി ഉണ്ട്. ആകെ 1099 ഉള്ളൂ കേട്ടോ. നല്ല കളർ ചാർട്ടുമാണ്. ഫോട്ടോ എടുത്തില്ലേ? 1099. നല്ല സാരി കേട്ടോ. 1099 സൂപ്പർ കിറ്റാ. വേണ്ട ഉടുത്താലൊക്കെ നല്ല ചേർന്നിരിക്കും. പ്ലെയിൻ ബ്ലൗസ് പീസ് സൂപ്പറാണ്. ഇതിൻ്റെ എല്ലാ കളേഴ്സുമായി. അപ്പോൾ പെട്ടെന്ന് ഇത് ഗ്രാൻഡായിട്ട് ഈ വിലയ്ക്ക് 1099 ഇത്രയും ചുറ്റും എംബ്രോയ്ഡറി ആയിട്ട്, ഉള്ളിലും എംബ്രോയ്ഡറി ആയിട്ട്
ഒരു സാരി കിട്ടുക, ജോർജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ്. ഇതെല്ലാം കാണിക്കുന്ന ഓണം കളക്ഷനാട്ടോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു കേട്ടോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. അടിപൊളി സാരി കേട്ടോ. നമുക്ക് ഭയങ്കര, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ റീസ്റ്റോക്ക് വരുത്തണേ നല്ലൊരു, നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഇത് നോക്കുക, ഇങ്ങോട്ടൊക്കെ നോക്കുക, ഒരു സെറി ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് ശരിക്കും കണ്ടാൽ നമ്മുടെ ജൂട്ട് സാരി പോലെ തന്നെ, ഒറിജിനൽ ജൂട്ട് സാരി പോലെ തന്നെ. അതിൻ്റെ ഉള്ളിൽ ദേ വീവിങ്ങും ഉണ്ട് കേട്ടോ. അത് കൂടാണ്ട് സാരി ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്, ഫുള്ള്. അതൊരു നല്ല പേസ്റ്റ് ചാട്ടിൽ. അതിൻ്റെ വിലയാണ് ഏറ്റവും രസം. 1099 ഉള്ളേ. ദേ ഇവിടം വരെ ഇങ്ങനെ എംബ്രോയ്ഡറി, പിന്നെ ഇങ്ങോട്ട് സ്കാലപ്പ്. ബ്ലൗസ് പീസ് സെയിം പ്ലേറ്റ് അല്ലേ. അതിൻ്റെ കളർ ചാർട്ടുകൾ കാണിക്കാം കേട്ടോ. ആകെ 1099 ഉള്ളേ. എംബ്രോയ്ഡറി ഉണ്ടല്ലോ ഇതിൻ്റെ. ഇത് നല്ലതാട്ടോ. ആർക്ക് കൊടുത്താലും അവർ കഴിയാലും പോവില്ല. സാധനം ഉടുത്താലും ഭയങ്കര ഗ്രാൻഡായിരിക്കും. നിങ്ങൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവും. ഇതെല്ലാം ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും ഉടുക്കാനും എടുക്കാനും ഒക്കെ നല്ല സാരിയാണ്. ഈ കളർ കൊടുത്താലും ഓണത്തിന് നല്ല ബേജ് കളറേ, ഓണം സാരി പെട്ടതാണിത്. ഈ കളർ നല്ല രസമാണ് കേട്ടോ. കുഞ്ഞുവിൻ്റെ ചേച്ചിയുടെ അതിന് ഇതിൻ്റെ ഒരു, ഈ കളറിൻ്റെ ഒരു സാരി കൊടുത്തായിരുന്നു ചേച്ചിയുടെ കൊച്ചിൻ്റെ കോളിക്കമ്മയോണ്ട്. സൂപ്പറായിരുന്നു, നല്ല ഗ്രാൻഡ് കളർ. അതിൻ്റെ ഇത് എംബ്രോയ്ഡറി വ്യത്യാസം. 1099 ഉള്ളേ. ദേ ഗ്രാൻഡ് കളർ. ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരു നല്ല സ്റ്റാൻഡേർഡ്. സൂപ്പർ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. പെട്ടെന്ന് എടുക്കും. ഇതെല്ലാം ഓണാട്ടെ കാണിക്കണത്, എല്ലാം ഓണമാണ്. ഓണം കളക്ഷനാണ് എല്ലാം കാണിക്കണം. ഈ വിലയ്ക്ക് ഇത് സൂപ്പർ ഹിറ്റ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. സെമി ടെസറിൻ്റെ സാരി ആട്ടോ. നല്ല രസമില്ലേന്ന് നോക്കി. അത് ബെൻസർ ബോർഡറൊക്കെ വന്നിട്ട് കണ്ടാൽ ഭയങ്കര ലുക്കും ഇല്ലേ. വില എത്രയാ? 899 രൂപയുള്ളൂ. നീ കണ്ടാൽ വിശ്വസിക്കുമോ? 899. ബ്ലൗസ് പീസ് വന്നത് പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ സൂപ്പറാട്ടോ. ഈ ബോർഡർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ. ഇതാരും വലിച്ചില്ല കേട്ടോ ആ സാരി. $899 രൂപ കേട്ടോ. ബേൺഡ് ഓറഞ്ച്, മെറൂണ്. പെട്ടെന്ന് എടുത്തോ. അടിപൊളി. സൂപ്പർ ഹിറ്റാണ്. നല്ല കോഫി ബ്രൗൺ, എന്തോരം കളറാ. ബ്ലാക്ക്. ഇത്രയും കളേഴ്സ് ഉണ്ടോന്ന് ഓർക്കും അല്ലേ. അടിപൊളി. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഇത് ആദ്യമായിട്ട് നമ്മൾ കാണിക്കണേ. പിന്നെ എന്നാ വിശേഷം? ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടല്ലേ. ടീച്ചേഴ്സിനെ വരെ ലഹരി വിൽപ്പനയ്ക്ക് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കഷ്ടമല്ലേ ലോകത്തിൻ്റെ പോക്ക്. പണ്ട് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ബഹുമാനവും. എനിക്ക് പേടിയാട്ടോ സത്യമായിട്ട്. ഞാനിങ്ങനെ അധികം പഠിക്കണ വ്യക്തിയല്ല. ഞങ്ങൾക്കൊരു സിസ്റ്റർ ഇന്നസെൻ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ചോദിക്കാൻ വടി കാണുമ്പോൾ പഠിച്ചതെല്ലാം മറന്നു. ആ കൊച്ചെല്ലാം ഉത്തരം പറഞ്ഞാൽ എനിക്ക് ഇന്ന ഉത്തരമായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു കൊച്ചു പറഞ്ഞില്ലേ ഈ തലേ വേറെ ഇതായിരിക്കുമല്ലോ. അടി എന്നെ ആയാലും ഉറപ്പാ. എൻ്റെ ദൈവമേ, അങ്ങനെ എനിക്ക് ടീച്ചേഴ്സിന് സ്കൂളിൽ ഈ അടി കിട്ടണ കാരണം വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവർക്ക് എന്ത് സ്നേഹത്തിലാണ് അവരാ സ്നേഹത്തിൽ നമ്മളെ വളർത്തിയ കാരണമല്ലേ നമ്മളൊക്കെ ഈ വലിയ വഴി തെറ്റി പോകാണ്ടൊക്കെ ഇത്രയൊക്കെ എത്തിയതെന്ന് ഞാൻ ഓർക്കും കേട്ടോ.
നമുക്ക് ആരെയും ഭയം ഇല്ലെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. അതാണ് പറഞ്ഞത്, ദൈവഭയത്തിൽ മക്കളും നമ്മളും ഒക്കെ ജീവിക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഇപ്പം തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ വെച്ചേക്കണേ ആ ഭയം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കാനാ. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പല തെറ്റുകളും അതും ഇതും ഒക്കെ വരും. നിയമം കൊണ്ടുവന്നേക്കണ തന്നെ അതാ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കും അവരെയൊക്കെ ഇങ്ങനെ ഒരു 20 വർഷമോ 30 വർഷമോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുക്കനും അവിടെ ജയിലിൽ കിടക്കുന്ന രീതിയിൽ ശിക്ഷിക്കുകയാണെങ്കിൽ ഇനിയുള്ള ആരും ഈ പരിപാടിക്ക് നടക്കൂല. പിടിക്കുന്ന എല്ലാവർക്കും അവരുടെ ജീവിതം അപ്പടി അതിൽ കിടക്കണ പോലെ അങ്ങനെ ആകുവാണെങ്കിൽ വേറെ ഇനി അല്ലെങ്കിൽ നമ്മുടെ തലമുറ എപ്പടി നശിച്ചു പോകൂലേ. ഇപ്പോൾ ചിലപ്പം അതിൻ്റെ അപ്പനും അമ്മയൊക്കെ നല്ല മനുഷ്യരായിരിക്കും. ഇങ്ങനെ ഒരു മുട്ടായിയൊക്കെ കൊടുത്ത് ഇതിൻ്റെ അഡിക്റ്റ് ആക്കണേ എങ്ങനെയല്ലേ. നമ്മളതിലൊക്കെ പെട്ടുപോകാത്ത നമ്മുടെ മിടുക്കോ സാമർഥ്യമോ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഗുണമൊന്നുമല്ലോ, ദൈവകൃപയാട്ടോ. ദൈവം കാത്തു പരിപാലിക്കുന്ന കാരണമാട്ടോ നമ്മുടെ മക്കളോ നമ്മുടെ തലമുറയോ ഒന്നും എപ്പോഴും യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ മക്കളെയും തലമുറയും നമുക്ക് തന്നിരിക്കുന്ന എല്ലാത്തിനെയും മുദ്രയിടുക. ദുഷ്ടൻ്റെ ചെങ്കോല് നമ്മുടെ മേൽ വാഴില്ല. പിന്നെ വേറെ തന്നെ പിന്നെ സ്വർണ്ണക്കടയിൽ സ്കീം കൂർണാര് മറക്കരുത്. ഡിസംബറിലാവുമ്പോഴത്തേനും ഭയങ്കര സ്വർണത്തിന് വില കൂടുന്നാട്ടാ പറയണേ. പണ്ട് ഞാൻ ഈ സ്വർണ്ണക്കട തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ഈ രാജസ്ഥാനികളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു സ്വർണ്ണത്തിന് 1 ലക്ഷം ആവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കിക്കിന്ന് ചിരിച്ചതാട്ടോ. ഞാൻ പക്ഷെ ചിരിച്ചില്ല കേട്ടോ, അങ്ങനെ ആവുമായിരിക്കും എന്ന് ഓർത്തു. പുള്ളി 2026 എന്ന് പറഞ്ഞു. 2024 എന്നോട് പറഞ്ഞേ. അപ്പോൾ അതിന് മുമ്പേ ആയി. അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും ബാങ്കിൽ ലോകം അപ്പടിയും പറയണില്ലേ സ്വർണത്തിനൊക്കെ 2 പവനൊക്കെ 1 പവന് 2 ലക്ഷം വരെ എത്തുമെന്ന്. അപ്പം നിങ്ങൾ സ്വർണ്ണം ലിക്വിഡ് അസറ്റാ. ഇന്നൊരു കൊച്ച് ഒരു പ്രാവശ്യം അടച്ചുള്ളൂ. ഞാൻ എന്തിയാ മോളെ അത് അടയ്ക്കാത്തതെന്ന് ചോദിച്ചു പറയാം സ്വർണ്ണത്തിന് വില കൂടുന്ന ആരും അടയ്ക്കാത്തതെന്ന്. വില കൂടാത്ത സാധനം എന്തിനാ? ഞാൻ പറഞ്ഞു സ്കീം കൂടിയായാലും അല്ലാണ്ട് നിങ്ങൾ മേടിക്കണേ എന്തിനാന്ന് ചോദിച്ചു. നമ്മൾ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ വില കുറയുമ്പോൾ മേടിച്ചാൽ പോരെ. വില കൂടുന്ന കാരണമാണ് സ്വർണ്ണം അമൂല്യമായിട്ടൊരു ലിക്വിഡ് അസറ്റായിട്ട് ആൾക്കാർ മേടിക്കണേ. നമുക്ക് പെട്ടെന്ന് വിൽക്കാം, പണയം വയ്ക്കാം, നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിന്. ലോകം അപ്പടി സ്വർണം മേടിക്കുക. ഇതിൻ്റെ വലിയൊരു പരിധിക്കുള്ളിൽ താഴില്ല. കാരണം ചൈന ഗവൺമെൻറ്റും അമേരിക്കൻ ഗവൺമെൻറ്റും എല്ലാവരുടെയും കയ്യിൽ സ്വർണ്ണമാണ് ഒത്തിരി ഉള്ളത്. അപ്പോൾ അതിൻ്റെ വില താഴ്ത്തേണ്ട പോയ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിന് തന്നെ പ്രശ്നമാവൂലേ. അപ്പോൾ നമ്മൾ സ്കീമിൽ കൂടിക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ കൂടെയോ അല്ലെങ്കിൽ കാശ് കൊണ്ടുവന്ന് ഒരു അക്കൗണ്ടിൽ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് തെളിവുണ്ട്. നമുക്ക് പുറത്തുനിന്ന് തന്നെ സ്കീം കൂടിയേക്കണവരെല്ലാവരും അക്കൗണ്ടിൽ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തെളിവുണ്ട്. അപ്പം പിന്നെ 11 മാസമുള്ളൂ. 11 മാസം കഴിയുമ്പോൾ എടുക്കണമെന്നില്ല. വേണമെങ്കിൽ ഒരു 5 പവനായിട്ട് എടുക്കണുള്ളൂ എന്ന് വെച്ചാൽ അടച്ചുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മൾ അടുത്ത ഒരു സ്കീം കൂടെ കൂടുന്നുണ്ട് കേട്ടോ. ഈ പണിക്കൂലി ഇല്ലാണ്ട് കിട്ടണ സ്കീം, ബ്ലോസം സ്കീം. അത് പക്ഷേ 5000 ആണെങ്കിൽ എല്ലാ 11 മാസം 5000 ഇടണം. 12ാം മാസം സ്വർണത്തിന് എന്ത് വിലയാണോ ആ വിലയ്ക്ക് പണിക്കൂലി ഇല്ലാണ്ട് നിങ്ങൾക്ക് കേരള ഐറ്റം കിട്ടും. അപ്പം അങ്ങനെയും കൂടെ അപ്പം അങ്ങനെ ഒത്തിരി പേര് ചെയ്യണ്ടല്ലോ. അപ്പം നമ്മളത് ചെയ്യാത്ത കാരണം എങ്ങനെ അതെന്നാന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്കീമും നമ്മളുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും നമ്മളെ വാട്സപ്പ് കോളിൽ വിളിക്കുക. സ്കീമിൻ്റെ കാര്യം ഒന്നുകൂടെ നോക്കുക. അപ്പോൾ എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.